ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്കല്ലേ സാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ കണ്ടുപോലെ തന്നെ നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കിയപ്പോൾ റയൽ മാഡ്രിഡ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം വരുന്ന ഒരു അപ്ഡേറ്റ്. എൻസോ ഒരു നല്ല പ്ലെയർ തന്നെയാണ്. വേൾഡ് കപ്പ്, ഇപ്പം കോപ്പ അമേരിക്ക, അർജൻറ്റീനയുടെ കൂടെ എല്ലാം അടിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ്. ഇപ്പം ചെൽസിയിലൂടെ കഴിഞ്ഞ ദിവസം ഒരു കപ്പ് കിട്ടി. എന്തായാലും ഒരു സൂപ്പർ മിഡ്ഫീൽഡ് തന്നെയാണ്. ഇപ്പം എന്തായാലും റയൽ മാഡ്രിഡിന് മോഡ്രിച്ച് പോയതുകൊണ്ട് ഒരു മിഡ്ഫീൽഡ് ഓപ്ഷനാണ് എൻസോ തന്നെ. എൻസോ ഒരു നല്ല പ്ലെയർ തന്നെയാണ്. എന്തായാലും റയലിൽ പോവുകയാണെങ്കിൽ സീനായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഗൈസ്, നമ്മളടുത്ത ഐഎസ്എൽ അപ്ഡേറ്റ് ആണ് പറയുന്നത്. ജയേഷ് റാണെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഹൈദരാബാദ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം വരുന്നൊരു റൂമർ. ജയേഷ് റാണെ ഒരു മിഡ്ഫീൽഡാണ്, ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ് ജയേഷ് റാണെ. എന്തായാലും മിഡ്ഫീൽഡായിട്ട് കളിക്കുന്നതാണ്. ഇപ്പം ഹൈദരാബാദ് സ്വന്തമാക്കാൻ പോകുകയെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. അപ്പം ചെന്ന് കഴിഞ്ഞാലും നല്ലതായിരിക്കും. ഹൈദരാബാദ് ഇപ്പം ടീമൊക്കെ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പോകാമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടെ. അപ്പം ഹൈദരാബാദിലോട്ട് ഇപ്പോൾ ഒരു മിഡ്ഫീൽഡ് വരാൻ പോകാമെന്നാണ് ഗൈസ് ഇപ്പം വന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. ഗൈസ്, അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുടെ റൈറ്റ് ബാക്കായ അമേറോടെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ക റൈറ്റ് ബാക്ക് തന്നെയാണ്. എന്തായാലും നമുക്കൊരു പക്ക റൈറ്റ് ബാക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു പക്ക റൈറ്റ് ബാക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.